ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തോടെ മഹാത്മാവിനെ സ്മരിക്കുന്ന ദിവസം. എന്നാൽ നമ്മുടെ ഗാന്ധിയെ ഇന്ത്യ ചരിത്രത്തിൽ നിന്നും തുടച്ചു നീക്കാനുള്ള ആസൂത്രിത നീക്കങ്ങളാണ് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് നമ്മുടെ തപാൽ സ്റ്റാമ്പുകളിൽ ഈ അടുത്ത കാലം വരെ നിറഞ്ഞു നിന്നിരുന്നത് മഹാത്മജിയുടെ പേരിലുള്ള സ്റ്റാമ്പുകളായിരുന്നു. എന്നാൽ ഇന്ന് ഗാന്ധിജിയുടെ പേരിലുള്ള സ്റ്റാമ്പുകൾ മരുന്നിന് പോലും ലഭ്യമല്ല. ഔദ്യോഗികമായി പിൻവലിച്ചിട്ടില്ലെങ്കിലും ആ മഹാത്മാവിന്റെ പേരിലുള്ള സ്റ്റാമ്പുകൾ ഏതാണ്ട് പൂർണ്ണമായും അച്ചടി നിർത്തിയിരിക്കുകയാണ്. ലോകത്തെ 100-ലേറെ രാജ്യങ്ങൾ ഗാന്ധിജിയുടെ പേരിൽ സ്റ്റാമ്പുകൾ ഇറക്കി അദ്ദേഹത്തെ ആദരിക്കുമ്പോഴാണ് അദ്ദേഹം രാഷ്ട്രപിതാവായുള്ള ഇന്ത്യയിൽ സംഘപരിവാറിന്റെ ഈ ഒരു ക്രൂരത. ഇക്കാര്യത്തിൽ രാജ്യവ്യാപകമായി പ്രക്ഷോഭങ്ങൾ ഉയരേണ്ടതാണ്. എന്നാൽ ഈ വിഷയത്തിൽ ഗാന്ധി പീസ് ഫൗണ്ടേഷൻ പോലുള്ള സംഘടനകൾ പോലും നിശബ്ദമായത് അത്ഭുതപ്പെടുത്തുന്നു. രാജ്യത്ത് സ്റ്റാമ്പുകളിൽ ചിത്രീകരിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് മഹാത്മാഗാന്ധി. 1948 ജനുവരിയിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രവുമായി ഒരു സെറ്റ് സ്റ്റാമ്പുകൾ പുറത്തിറക്കാനായിരുന്നു പദ്ധതി. എന്നാൽ സ്റ്റാമ്പ് പുറത്തിറക്കുന്നതിനു മുൻപ് ഗാന്ധി വധിക്കപ്പെട്ടു. അതോടെ അവ സ്മാരക സ്റ്റാമ്പുകളാക്കാൻ തീരുമാനിച്ചു. ഹിന്ദി, ഉറുദു ഭാഷകളിൽ ബാപ്പു എന്ന അച്ചടിച്ച സ്റ്റാമ്പിന് 1.5 അണ, 3.5 അണ, 12 അണ, 10 രൂപ എന്നിങ്ങനെയായിരുന്നു വില. 1948 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിന്റെ 1-ാം വാർഷികത്തോടനുബന്ധിച്ച് ഇവ പുറത്തിറക്കി. ഇതിൽ 10 രൂപ സ്റ്റാമ്പ് അന്ന് പോസ്റ്റ് ഓഫീസുകളിൽ ലഭിച്ചിരുന്നില്ല. ഗാന്ധി സ്റ്റാമ്പ് പുറത്തിറക്കിയ ആദ്യ വിദേശ രാജ്യം അമേരിക്കയുമായിരുന്നു. ഇത്രയേറെ ചരിത്രങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടെങ്കിലും പോസ്റ്റ് ഓഫീസുകളിൽ ഗാന്ധി ചിത്രങ്ങളുള്ള സ്റ്റാമ്പുകൾ ഇല്ലാതാവുകയാണ്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട പരിപാടികളുടെ ക്ഷണക്കത്തുകളിൽ ഗാന്ധി ചിത്രമുള്ള സ്റ്റാമ്പ് പതിപ്പിക്കാൻ എത്തിയവർക്ക് കിട്ടിയ മറുപടി നിരാശ മാത്രമാണ്. 100-ലധികം രാജ്യങ്ങൾ മഹാത്മാഗാന്ധിയുടെ മുഖവും ആശയങ്ങളും അടങ്ങിയ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിച്ചിറക്കിയിട്ടുണ്ട്. ഇതോടെ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യ സമരത്തിന്റെ വിവിധ ഏടുകൾ ചിത്രീകരിച്ചിറക്കിയ സ്റ്റാമ്പുകളും ഓർമ്മകളിലേക്ക് മായുകയാണ്. ബാലഗംഗാധർ തിലക്, AB വാജ്പേയി, MS ശുഭലക്ഷ്മി, ശ്രീനിവാസ രാമാനുജൻ, രാജേന്ദ്ര പ്രസാദ്, ഛത്രപതി ശിവജി, APJ അബ്ദുൽ കലാം, രവീന്ദ്രനാഥ ടാഗോർ എന്നിവരുടെ ചിത്രങ്ങളുമായുള്ള സ്റ്റാമ്പുകളാണ് ഇപ്പോൾ പോസ്റ്റ് ഓഫീസുകളിൽ ഉള്ളത്. ഗാന്ധിജിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും സ്റ്റാമ്പുകൾ എവിടെയെങ്കിലും വിറ്റുപോകാതെ ബാക്കിയുണ്ടെങ്കിൽ മാത്രം നമുക്കത് വാങ്ങാം എന്നതാണ് നിലവിലെ അവസ്ഥ. മുൻ പ്രധാനമന്ത്രിമാരായ ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ചിത്രങ്ങൾ അടങ്ങിയ സ്റ്റാമ്പുകൾ 2015 പിൻവലിച്ചിരുന്നു. 2008 ആധുനിക ഇന്ത്യയുടെ ശില്പികൾ എന്ന പരമ്പരയിൽ UPA സർക്കാർ പുറത്തിറക്കിയ സ്റ്റാമ്പുകളാണ് പിൻവലിച്ചത്. അവയ്ക്കു പകരം ദീൻദയാൽ ഉപാധ്യായ, ജയപ്രകാശ് നാരായണ, ശ്യാമപ്രസാദ് മുഖർജി, രാം മനോഹർ ലോഹ്യ എന്നിവരുടെ ചിത്രങ്ങൾ ഉള്ള സ്റ്റാമ്പുകളാണ് ഇറക്കിയത്. മഹാത്മാഗാന്ധി, നെഹ്റു, മദർ തെരേസ, BR അംബേദ്കർ എന്നിവരുടെ സ്റ്റാമ്പുകൾ അന്ന് നിലനിർത്തിയിരുന്നു. മഹാത്മാഗാന്ധി, നെഹ്റു, ഇന്ദിര, രാജീവ് എന്നിവരുടെ സ്മരണകൾ തുടച്ചു നീക്കാനുള്ള രഹസ്യ നീക്കമാണ് സംഘപരിവാർ ഇതിലൂടെ നടപ്പിലാക്കുന്നത് എന്ന് പറയേണ്ടി വരും. അടുത്ത ഗാന്ധി ദിനം എത്തുമ്പോഴേക്കും ഗാന്ധിയുടെ ഓർമ്മ ഭൂലോകത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കാനാണ് അവരുടെ ശ്രമം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.